LDF ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ തന്നെ അത് സ്വജനപക്ഷപാതത്തിൻ്റെ അങ്ങേ തലയിലാണ്. കേരളത്തിൽ അടുത്ത ഭാവിയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ കമ്മ്യൂണിസ്റ്റുകാരോ മാത്രമേ അതിജീവിക്കുകയുള്ളൂ എന്നാണ്. ഈ 10 കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപഭോക്താവിൻ്റെ പരദേശിയായി. കേരളത്തിൽ വലിയ വ്യവസായമൊന്നും വന്നിട്ടില്ല. ആകെ പറയപ്പെടാവുന്ന വ്യവസായം എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ ആശുപത്രികളും ഹോട്ടലുകളും ഉപഭോക്താവ് തന്നെയായിട്ട് മാറി. SFIയും DYFIയും കോൺഗ്രസിൻ്റെ KSUവിനേക്കാളും യൂത്ത് കോൺഗ്രസിനേക്കാളും ശക്തരാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മേൽനോട്ടത്തിൽ ഇങ്ങനെ ഒരു വികസനം വരുന്നത് തടയാൻ ഇവർക്ക് സാധിക്കും. അത് നിങ്ങൾ എത്ര തടഞ്ഞാലും ഈ റോഡ് വരും, എത്ര തടഞ്ഞാലും ഈ കെട്ടിടങ്ങളൊക്കെ വരും. ഇത് നഗരമായി മാറിക്കൊണ്ടേയിരിക്കും. അത് തടയാനൊന്നും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് സാധിക്കില്ല, ഇനി വരുന്ന UDFനും സാധിക്കില്ല, പിണറായി വിജയനും സാധിക്കില്ല. കേരളയിൽ പോലെ ഇനിയും ഭൂമി നഷ്ടപ്പെടാൻ കേരളത്തിൻ്റെ കയ്യിൽ ഭൂമിയില്ല. ഇപ്പോൾ ആശുപത്രികളിലൊക്കെ വേണ്ടത്ര മരുന്നുകളില്ലാത്ത ഈ അവസ്ഥയൊക്കെ ഉണ്ട്. അതൊന്നും പറ്റുന്നില്ല. അതിപ്പോൾ വാസ്തവത്തിൽ ഈ കേരളം, അത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, കേരളം വരുമാനമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഞാൻ പറഞ്ഞ പുറം ലോകങ്ങളും പ്രവർത്തിക്കുന്ന പുതിയ ചെറുപ്പക്കാർ കൊണ്ടുവരുന്ന വരുമാനമാണ് കേരളത്തിൻ്റെ മുഖ്യ വരുമാനം. സമരഭരിതമായിട്ടുള്ള സംവാദപൂർണമായിട്ടുള്ള ഒരു ഗവൺമെൻറ് വരാൻ വേണ്ട ഒരു ഇടവേളയായി ഈ അടുത്ത തെരഞ്ഞെടുപ്പ് മാറും. നമസ്കാരം മാഷേ. മാഷിൻ്റെ ഒരു അടുത്ത കാലത്തെ പ്രസ്താവന വളരെ വിവാദമായല്ലോ. അതായത് LDF ഗവൺമെൻറ് വീണ്ടും വന്നാൽ ഇവിടെ ജനാധിപത്യം ഇല്ലാതാകും എന്നായിരുന്നു ആ പ്രസ്താവന. അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്നുള്ള പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ അവർ വന്നാൽ അങ്ങനെ സംഭവിക്കുമെന്നല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നത് അവർ വന്നാൽ മൂന്നാമതും വന്നാൽ പ്രശ്നമാവുന്നല്ലേ. അങ്ങനെയല്ല, ഇപ്പോഴും തന്നെ വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ളതാണ് എൻ്റെ കാര്യം. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ സെക്രട്ടറിയുടെ വാർഡിൽ എതിരാളികളുണ്ടാകും. ഒരുപാട് ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ എതിരാളികളില്ലാതെയാണ് പഞ്ചായത്തൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നെ വലിയ 90-95% വോട്ടിങ്ങൊക്കെയാണ് സാധാരണ ഇലക്ഷൻ ഉണ്ടാകും. ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമല്ലേ? അങ്ങനെ നടക്കാവോ? എതിരാളികൾ വേണ്ടേ? ഒരു പ്രാതിനിധ്യ സഭയ്ക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പല്ലേ? അപ്പോൾ എതിരാളികൾ വേണം. അതാണ്. എന്നിട്ട് ജയിക്കുക, എന്നിട്ട് ആളുകളുടെ സമ്മതം കിട്ടുക, ഇതൊക്കെയാണ് വിജയിക്കാൻ അനിവാര്യമായിട്ടുള്ളത് ജനാധിപത്യത്തിൽ. ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇനി ഒരു LDF ഭരണം വേണ്ട എന്ന് പറയുന്നതിന് കാര്യം, മാറുന്നതാണ് ശരി. എന്താണെന്ന് പറഞ്ഞാൽ മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന ധാരണ ഇനി അധികാരത്തിൽ വരുന്ന ഭരണകൂടത്തിനും ഉണ്ടാകും. എന്തുകൊണ്ട് ലെഫ്റ്റിനെ ആളുകൾ നിരസിച്ചു, അത് ഞങ്ങൾ തുടരാൻ പാടില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് തിരുത്താൻ അവസരം ഉണ്ടാകും. ഇതൊരു ലോകാവസാനമൊന്നും അല്ലല്ലോ. ഏറി വന്ന ഒരു 5 കൊല്ലത്തെ അധികാര നഷ്ടം മാത്രമേ ഉള്ളൂ. ആ കാലത്ത്, പോയ കാലത്ത് തങ്ങൾ ചെയ്യാൻ പാടില്ലാതിരുന്നത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടി ഗുണകരമായ ഒരു നിലപാട് സ്വീകരിക്കാനും ഒക്കെ അവർക്കാവും. അപ്പോൾ ഇത് UDFനാണെങ്കിൽ എന്തുകൊണ്ട് LDF പരാജയപ്പെട്ടു എന്നതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മാറുക എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അങ്ങനെ വ്യക്തിപരമായിട്ട് പറയുകയല്ല, എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാലും രാജ്യത്തിലായാലും സംസ്ഥാനത്തിലാകും ഒക്കെ ബംഗാളിൽ നമ്മൾ കണ്ടു. അത് പതുക്കെ ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചോളും. അങ്ങനെ ഏകാധിപത്യ പ്രവണതകൾ തീവ്രമാകുമ്പോൾ അതൊരു ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കും. അത് റഷ്യയിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുള്ള എല്ലായിടത്തും അങ്ങനെ നമ്മൾ കണ്ടതാണ്. അത്
ഈ ബംഗാളിൽ നമ്മൾ അതിശക്തമായിട്ട് കണ്ടു. ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങൾ പോലെയുള്ള ഗ്രാമങ്ങളായിരുന്നു ബംഗാളിൽ നിറയെ. അത് ദുസ്സഹമായി തീർന്നപ്പോഴാണ് മറിച്ചൊരു ഭരണകൂടം അവിടെ വരുന്നത്. പക്ഷെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അത്തരമൊരു മാറ്റം ഉണ്ടാവാൻ വഴിയുണ്ടോ? ആളുകൾ കുറച്ചുകൂടെ എത്ര ചെറിയ മാറ്റം ഉണ്ടായിക്കൂടാന്നേ പറയുന്നുള്ളൂ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അങ്ങനെ ഒരു ഗ്രാമം പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഏക അഭിപ്രായക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അവരിൽ വിരുദ്ധമായ അഭിപ്രായമുള്ളവർ അത് പുറത്ത് കാട്ടാതെ ഈ ഏകാധിപത്യത്തിന് പിന്തുണ കൊടുക്കുന്നവരാണ് എല്ലാവരും. മറുത്തൊരു ചിന്ത ഉണ്ടാവാറില്ല. അത് ആ അവസ്ഥയോടെ എനിക്ക് ഒട്ടും യോജിപ്പല്ല ഉള്ളത്. ഭിന്നങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം, അത് പുറത്ത് പറയണം, അങ്ങനെ അത് തമ്മിലുള്ള സംവാദങ്ങൾ നടക്കണം. ഈ സംവാദങ്ങളുടെ ഫലമായിട്ട് വേണം രാഷ്ട്രീയ നിലപാടുകൾ ശക്തിപ്പെടാൻ. അല്ലാതെ സംവാദരഹിതമായിട്ടുള്ള സമരരഹിതമായിട്ടുള്ള ഒരു ഭരണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു പക്ഷേ സച്ചിദാനന്ദനൊക്കെ പറയുന്നത് സമരഭരിതമായിട്ടുള്ള സംവാദപൂർണമായിട്ടുള്ള ഒരു ഗവൺമെൻറ് വരാൻ വേണ്ട ഒരു ഇടവേളയായി ഈ അടുത്ത തെരഞ്ഞെടുപ്പ് മാറണം. മാഷ് പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഏത് ഗവൺമെൻറ് വന്നാലും ഇവിടെ റോഡും പാലങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത്. അത് ഇപ്പോൾ UDF ഭരണകാലത്ത് അവർക്ക് വളരെയധികം വിമർശനങ്ങൾ നേരിട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് NH പോലെയുള്ള ഒരു നാഷണൽ ഹൈവേയുടെ കാര്യങ്ങൾ. 2011 4 വരി പാത ഇവിടെ വരാൻ ഉള്ള ഒരു തീരുമാനം വരുന്നത്, സർവകക്ഷി യോഗത്തിൽ തീരുമാനിക്കുന്നത്. പക്ഷെ 2014 ആയപ്പോഴത്തേക്കിന് ഇവിടെ വേണ്ട എന്നുള്ളൊരവസ്ഥയിലെത്തി. സ്ഥലം ഏറ്റെടുപ്പ് നടക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മെല്ലപ്പോക്കാന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഓഫീസ് പൂട്ടുന്നൊരവസ്ഥ വരെ എത്തിയത്. പിന്നെ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഒരു മാറ്റം വന്നതും. 10 വർഷത്തിനുള്ള ഏകദേശം ഒരു 85% മുകളിൽ പണി കഴിഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ കാരണം ഏതാണ്ട് 2014 ഈ അർബൻ സൊസൈറ്റി കൂടുതൽ ശക്തി ആർജിക്കുകയും റൂറൽ സൊസൈറ്റി ദുർബലമാവുകയും ചെയ്തു. അതോടുകൂടി അർബനൈസേഷൻ അതിക്രമമായിട്ട് ലോകത്തൊട്ടാകെ നടക്കുക, ഒരു ഗ്ലോബലൈസേഷൻ. അത് നിങ്ങൾ എത്ര തടഞ്ഞാലും ഈ റോഡ് വരും, എത്ര തടഞ്ഞാലും ഈ കെട്ടിടങ്ങളൊക്കെ വരും. ഇത് നഗരമായി മാറിക്കൊണ്ടേയിരിക്കും. അത് തടയാനൊന്നും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് സാധിക്കില്ല, ഇനി വരുന്ന UDFനും സാധിക്കില്ല, പിണറായി വിജയനും സാധിക്കില്ല. അത് ഉപയോഗപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ. അങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു LDF സർക്കാരിൻ്റെ മാത്രം കാര്യമായിരുന്നില്ല. നോക്കണം, ഒന്ന് മൻമോഹൻ സിംഗിൻ്റെ ഒരു നിയമം വന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് വിലയോ അതിലധികമോ കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുടിയൊഴിപ്പിക്കാം എന്ന് വന്നു. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായി, വലിയ പണം കിട്ടുന്നു. അങ്ങനെ ആ സ്വീകാര്യതയുടെ പിന്നിൽ മൻമോഹൻ സിംഗ് ആണ്. നടപ്പിലാക്കിയത് ആരാണ്? BJP സർക്കാരാണ്. ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഈ ആളുകളെ പിന്നെ ഈ പ്രദേശങ്ങളിൽ പണം കൊടുത്ത് ഒഴിപ്പിച്ച് അതിന് പകരമായിട്ട് ഈ റോഡ് വന്നു, അല്ലേ? അതെ, ഈ ഒഴിപ്പിക്കൽ പക്ഷെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടക്കില്ല? ഇവരുടെ പോഷക ശക്തികൾ വളരെ സംഘടിതരാണ്, സുശക്തരാണ്. SFIയും DYFIയും കോൺഗ്രസിൻ്റെ KSUവിനേക്കാളും യൂത്ത് കോൺഗ്രസിനേക്കാളും ശക്തരാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മേൽനോട്ടത്തിൽ ഇങ്ങനെ ഒരു വികസനം വരുന്നത് തടയാൻ ഇവർക്ക് സാധിക്കും. കോൺഗ്രസ്സിന് ആ ശക്തിയില്ല. അതുകൊണ്ട് മാത്രമല്ല, വികസനം തടയുന്നതിനെക്കുറിച്ച് അവർക്ക് ഭയവുമുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് ആയിരുന്നില്ല ഈ വിധത്തിലുള്ള ഒരു നടപടികൾ അന്ന് എന്നതിൻ്റെ കാരണം ഈ LDFൻ്റെ ഈ പോഷക സംഘടനകളുടെ ശക്തിയാണ്. ഈ അവര് തടഞ്ഞു എന്നാണോ പറയുന്നത്? UDF ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും LDF സംഘടനകൾ തടഞ്ഞു എന്നാണ് പറയുന്നത്. അതാണല്ലോ, എക്സ്പ്രസ് ഹൈവേ വരാൻ പോയതാണ്. അത് എന്നെ സാധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് തടഞ്ഞു. അത് ശക്തമായ പ്രതിഷേധങ്ങളുടെ ഫലമായിട്ടാണ് പിൻവലിക്കപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടുള്ള ഈ നിയമം വന്നിട്ടില്ല. ഈ മാർക്കറ്റ് വാല്യൂ കൊടുക്കാമെന്നുള്ള നിയമം വന്നിട്ടില്ല UDFൻ്റെ കാലത്ത്. അതുകൊണ്ട് അവർക്ക് നടപടി സ്വീകരിക്കാൻ സാധ്യമല്ല. പണം യഥാർത്ഥത്തിലുള്ള ഈ ഇപ്പം കിട്ടിയതുപോലുള്ള ഒരു വൻ പ്രതിഫലം കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല അവർക്ക്. അതുകൊണ്ട് അതൊക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ മൻമോഹൻ സിംഗിൻ്റെ തീരുമാനവും അതുപോലെ BJPയുടെ സഹകരണവും LDFൻ്റെ ഈ ചെറുതായ പ്രവർത്തനവും കൂടി ചേർന്നിട്ടാണ് ഈ ദേശീയപാത വന്നിട്ടുള്ളത്. അത് LDF
ഗവൺമെൻറ്റിൻ്റെ ഏകപക്ഷീയമായ ഒരു വിജയത്തിൻ്റെ ഫലമല്ല. ഇത് ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് LDF ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മാഷ് നേരത്തെ പറഞ്ഞിരുന്നു വികസനങ്ങൾ എന്താണെങ്കിലും നടക്കുന്നുള്ളത്. മുമ്പോട്ട് വെച്ചൊരു പ്രൊജക്റ്റായിരുന്നു കേരളയിലും സിൽവർ ലൈനും ഒക്കെ. അത് UDF ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്നാണ് ഇല്ലാതായത്. UDF മാത്രമല്ല, സമൂഹത്തിലെ പല തോതിൽ നിന്നുള്ള ആൾക്കാരും ഇതിനെ എതിർത്തിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എതിർപ്പുണ്ടാകുന്നത്? ഈ ദേശീയപാത വന്നതോടുകൂടി തന്നെ കേരളത്തിൽ ധാരാളം തണ്ണീർത്തടങ്ങളും കുന്നുകളും ഒക്കെ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു കേരളയിലുള്ള സാഹചര്യം കൂടി കേരളത്തിലില്ല. അത് നമ്മുടെ ഈ പരിസ്ഥിതിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മാത്രമല്ല, അത്രയും നഷ്ടപ്പെടാനില്ല. കേരളത്തിൽ അത്രയും ഭൂമിയില്ല. കേരളത്തിൽ അത്രയും ഭൂമിയില്ലാത്ത സ്ഥിതിക്ക് വേണ്ടത് എന്തായിരുന്നു? വാസ്തവത്തിൽ ദേശീയപാത പോലും അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഫ്ലൈ ഓവറിലൂടെ ആയിരുന്നു ഇതൊക്കെ വരേണ്ടിയിരുന്നത്. അങ്ങനെ തൂണുകളിൽ നിൽക്കുകയായിരുന്നു ഈ റോഡ് എങ്കിൽ ഒരു നഷ്ടവുമില്ല, എല്ലാം സുഗമമായി തീരുമായിരുന്നു. ഒരു പരിസ്ഥിതിക്ക് ഒരു ദോഷവുമില്ല, കുന്നുകൾ ഇടിക്കണ്ട, ഈ പുഴകൾ വറ്റില്ല, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല ഈ ദേശീയപാതയിൽ. ഇനി ആ ദേശീയപാതയ്ക്ക് ബദലായിട്ട് വീണ്ടും വരികയാണ് ഒരു കേരളം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് താങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് UDF ഒന്നും അല്ല സമരം ചെയ്തിരിക്കുന്നത്. സാധാരണ സ്ത്രീകളും എല്ലാം അതുവരെ സമരത്തിന് നിൽക്കാത്ത ആളുകളും ഒക്കെയാണ് ആ സമരത്തിന് ഉണ്ടായിരുന്നത്. അത് ചെയ്യാൻ കാരണം ഇത് തന്നെയാണ്. കേരളത്തിന് താങ്ങാൻ പറ്റില്ല, ഭൂമിയില്ല കേരളം. നമുക്ക് ഇപ്പം വരുന്ന ആളുകളുടെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേഗത്തിൽ സഞ്ചരിക്കണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ഒരു തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 3-4 മണിക്കൂർ കൊണ്ട് എത്തണ്ടേ? അതിന് ഈ ഡെവലപ്മെൻറ്റ് ആവശ്യമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെ, എത്തണം. അതിപ്പോൾ ദേശീയപാത പോലെ ഒന്ന് വരുന്നതോടുകൂടി സാധ്യമാണത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് റെയിൽ പോലെയൊന്നും അല്ല, മറ്റൊരു റെയിൽ ഭൂമിയൊന്നും ഉപദ്രവിക്കാതെ, ഈ കുന്നുകളൊന്നും ഇല്ലാതാക്കാതെ, ബാക്കി കുറച്ചേ ഉള്ളൂ, അത് ഇല്ലാതാക്കാതെ ഒരു വഴി വരണം. ഇപ്പോൾ ശ്രീധരനൊക്കെ പറയുന്ന ഒരു വഴിയുണ്ടല്ലോ, അതൊരു പക്ഷേ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുമായിരിക്കും, സാധ്യമായിരിക്കും. അതിനോടൊന്നും എനിക്കൊരു വിരോധമില്ല. UDF വിരോധം ഉണ്ടോയെന്നുള്ള കാര്യം എൻ്റെ വിരോധമല്ല, എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഈ വിരോധം ഇത് മാത്രമാണ്. കേരളയിൽ പോലെ ഇനിയും ഭൂമി നഷ്ടപ്പെടാൻ കേരളത്തിൻ്റെ കയ്യിൽ ഭൂമിയില്ല. പക്ഷേ അതുകൊണ്ട് ഈ തൂണുകളിൽ നിലനിൽക്കുന്ന വലിയ പാതകൾ ലോകത്തിലൊക്കെ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ കേരളത്തിലും വന്നോട്ടെ, എനിക്കൊരു വിരോധമല്ല. ഓക്കെ, ഇത് ഇപ്പം വയനാട് തുരങ്കപാത, അത് VD സതീശൻ ഒരിക്കലും ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രില്ലിങ് അടുത്ത് തന്നെ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റുകളെ അത് വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള, വയനാട്ടിൽ വലിയ രീതിയിൽ വികസനങ്ങൾ സാധ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണത്. ഇങ്ങനെ കണ്ണുമടച്ച് ഇതിനെയൊക്കെ എതിർക്കുമ്പോൾ ഉണ്ടാകുന്നത് വെറും രാഷ്ട്രീയത്തിൻ്റെ മാത്രം ഭാഗമല്ലേ? രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ? അതല്ല, പരിസ്ഥിതി ദുർബലമായ വയനാടിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ? രണ്ടും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ അതും പറയാം. കാരണം ഈ വയനാട്ടിലെ പരിസ്ഥിതി ലോലമായിട്ടുള്ള ഭൂമിയുടെ സ്വഭാവം കാരണമാണ് വലിയ ദുരന്തം അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫലം എന്താണെന്നൊന്നും നമുക്ക് പ്രവചിക്കാനാവില്ല. തീർച്ചയായിട്ടും ഈ സൗകര്യം ഇടണം. ഞാൻ വയനാട്ടുകാരനാണ്. എനിക്ക് ഇപ്പോഴത്തെ ഈ പാതയിലെ ദുർഘടമായ യാത്രയെക്കുറിച്ചൊന്നും ആലോചിച്ചുകൂടാ. കൽപ്പറ്റയിൽ നിന്ന് ഇവിടെ എത്താൻ വളരെ കുറച്ച് സമയം വേണ്ടത് ഇപ്പം 4-5 മണിക്കൂറായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഞാനും ആഗ്രഹിക്കുന്നു ഒരു ഇത് വരണം, ഒരു തുരങ്കപ്പാതയോ അതുപോലെ ബദൽ പാതകളൊക്കെ ഉണ്ട്, തുരങ്കപ്പാതയോ അല്ലാത്തതും അതോ ഒക്കെ വരണം. എന്നിട്ട് വയനാട്ടുകാർ കേരളത്തിലെ മറ്റേത് പ്രദേശത്തിലെ ആളുകളെയും പോലെ സുഗമമായിട്ട് സഞ്ചരിക്കണം. പക്ഷേ ഇങ്ങനെയൊരു ഉത്കണ്ഠ ആളുകൾ പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഒരുപക്ഷെ കാലം ഏതാണ് അംഗീകരിക്കുക എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. സച്ചിമാഷ് പറയുന്നത് 2 ടേമായി LDF മാറി നിൽക്കണം. എങ്കിൽ പോലും സച്ചിമാഷ് ഒരിക്കലും LDFിൻ്റെ പ്രവർത്തനം മോശമാണെന്നോ അവർക്ക് ഡെവലപ്മെൻറ്റ് വർക്ക്സ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ മാഷിൻ്റെ അഭിപ്രായം എന്താണ് LDF ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട്? LDF ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ തന്നെ അത് സ്വജനപക്ഷപാതത്തിൻ്റെ അങ്ങേ തലയിലാണ്. കേരളത്തിൽ അടുത്ത ഭാവിയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത്
കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ കമ്മ്യൂണിസ്റ്റുകാരോ മാത്രമേ അതിജീവിക്കുകയുള്ളൂ എന്നാണ്. ആ വിധത്തിൽ ഒരുപാട് പിൻവാതിൽ നിയമനം നടക്കുന്നു. പിന്നെ ഭയങ്കരമായത് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. ഞാൻ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയുണ്ട് ഇവിടെ കോഴിക്കോട്. അത് ബ്ലൈൻഡ് ചതിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് ചതിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു മാഫിയ, പിന്നെ എന്താണ്, നമ്മുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ജോലി കിട്ടുന്നതിന് പകരം ഇവർക്ക് ജോലി നിഷേധിക്കുന്ന ഒരു മാഫിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു അംഗവൈകല്യമില്ല, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഡോക്ടറിൽ നിന്ന് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരും, 40% മേലത്തെ നിങ്ങൾക്ക് അംഗവൈകല്യമുണ്ട് എന്ന്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി ലഭിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ മാത്രമല്ല, സുപ്രീം കോടതി വിധിയുണ്ട്, അവർക്ക് തൊഴിൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്ന ആളുകളെയാണ് മാനേജ്മെൻറ്റുകൾക്ക് താല്പര്യം. എന്താ കാര്യം? അവർ ഇതല്ല, ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ല. അതുകൊണ്ട് കുട്ടികളെ നോക്കാനും ഒക്കെ പണിയെടുക്കാനും ഒക്കെ മറ്റുള്ളവരെ പോലെ തന്നെ ഇവർ കഴിയും. എന്നാൽ ഇവർക്ക് സർട്ടിഫിക്കറ്റും ഉണ്ട്. ആരുടെ അവസരം നഷ്ടപ്പെട്ടുകൊണ്ട്? ഈ ബ്ലൈൻഡിൻ്റെ അവസരമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും അറിയാതെ ഇരിക്കുന്ന പലതും ഈ സിസ്റ്റത്തിൻ്റെ പിഴവുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ LDF ചെയ്യുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ മാഫിയയിലൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ UDF അനുയായികളുണ്ടാകാം, LDFകാരുണ്ടാകാം. പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആശുപത്രികളിലൊക്കെ വേണ്ടത്ര മരുന്നുകളില്ലാത്ത ഈ അവസ്ഥയൊക്കെ ഉണ്ട്. അതൊന്നും പറ്റുന്നില്ല. അതിപ്പോൾ പിന്നെ വാസ്തവത്തിൽ ഈ കേരളം, അത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, കേരളം വരുമാനമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കേരളത്തിലേതുപോലെ പുറം ലോകത്ത് നിന്ന് വരുമാനം വരുന്ന മറ്റൊരു പ്രദേശം ഇന്ത്യയിലില്ല. പണ്ട് ഗൾഫ് മണി മാത്രമാണ് വരുന്നത്. ഇപ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി എല്ലായിടത്തു നിന്നും മണി വരികയാണ്. കേരളം ഉപഭോക്താക്കളുടെ ഒരു പറുദീസയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഉൽപ്പാദകർക്ക് യാതൊരു മാന്യതയും ഇല്ല. എല്ലാം മലയാളികൾ കാണുന്നത് ഉപഭോക്താവിൻ്റെ കാഴ്ചപ്പാടിലാണ്. ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടി 45 റുപ്യൊക്കെ ആയി ഒരു ഘട്ടത്തിൽ. പക്ഷേ അത് സഹിക്കാൻ പറ്റില്ല കേരളീയർക്ക്. അവരെന്തായിരുന്നു വേണ്ടിയിരുന്നത്? കേരളത്തിൻ്റെ ഏക വിഭവമായിരുന്നു. കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വില കൂടി ആഹ്ലാദിക്കുന്നതിന് പകരം അവരാരുടെ ഭാഗത്തു നിന്നും, ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും. അതിന് കാരണം എന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി മാറിയിരിക്കുന്നു, ഉപഭോക്താവിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് ഈ 10 കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപഭോക്താവിൻ്റെ പറുദീസയായി. കേരളത്തിൽ വലിയ വ്യവസായമൊന്നും വന്നിട്ടില്ല. ആകെ പറയപ്പെടാവുന്ന വ്യവസായം എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ ആശുപത്രികളും ഹോട്ടലുകളും. ഉപഭോക്താവ് തന്നെയായിട്ട് മാറി. എല്ലായിടത്തും ഹോട്ടലുകൾ വന്നുകൊണ്ടിരിക്കുക നിറയെ. ഇങ്ങനെ ഉണ്ണുന്ന ഒരു ജനതയായിട്ട് മാറുകയാണ്. ഉണ്ണാൻ വേണ്ടതൊന്നും ചെയ്യാത്ത ഒരു ജനതയായിട്ട് മാറുകയാണ്. ജനത ഉണ്ണാൻ വേണ്ടുന്നതൊക്കെ ചെയ്യുന്നത് മറ്റ് ദേശങ്ങളിലാണ് ഇവിടത്തേക്ക് വേണ്ടി. അവിടെ നിന്ന് വരുന്ന വരുമാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കേരളം ഇന്ന് നടക്കുന്നത് കേന്ദ്രം തന്നിട്ടില്ല എന്നൊക്കെ ആക്ഷേപം പറയുമ്പോൾ ശരിയായിരിക്കാം. പക്ഷേ കേരളത്തിൻ്റെ വരുമാനം ഇതാണ്. ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഞാൻ പറഞ്ഞ പുറം ലോകങ്ങളും പ്രവർത്തിക്കുന്ന പുതിയ ചെറുപ്പക്കാർ കൊണ്ടുവരുന്ന വരുമാനമാണ് കേരളത്തിൻ്റെ മുഖ്യ വരുമാനം. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ P. രാജീവ് പറയുന്നത് വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ്. അപ്പം മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അഭിപ്രായമാണ് ഉള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതിൻ്റെ ഒന്നും ഫലമൊന്നും നമ്മൾ കാണുന്നില്ല. ഈ അവകാശവാദങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ ഫലം കാണുന്നില്ല. പിന്നെ ഇതിനൊന്നും എതിരായിരിക്കും അടുത്ത ഭരണകൂടമൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു തുടർ പ്രക്രിയ.
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വികസനം കൊണ്ടുവരാനും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വികസനം കൊണ്ടുവരാതിരിക്കാനും സാധ്യമല്ല. ലോകഗതിക്കൊത്ത് നീങ്ങാൻ മാത്രമേ സാധിക്കൂ. അതാകട്ടെ ഈ അർബനൈസേഷൻ്റെ ഇച്ഛകൾ പൂർത്തിയാക്കുന്ന വിധത്തിൽ ആയിരിക്കും. അത് ഈ നവ ലിബറൽ ഇച്ഛകൾ പൂർത്തിയാക്കുന്ന വിധത്തിലായിരിക്കും. അതിന് തടയാൻ സാധ്യമല്ല, ഉപയോഗപ്പെടുത്താനേ സാധിക്കും. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അങ്ങനെ സാധിക്കും.